ഹലോ കുട്ടീസ്, വളർന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ പറയാറായോ എന്നറിയില്ല, ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടേ? ചെറിയൊരു വ്ളോഗ്, ചുമ്മാ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളും. വലിയ വിഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു തോരനോ, ഒരു മെഴുക്കുവരട്ടി, ഒരു മീൻകറിയോ വറുത്തതോ, അത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ വിഭവങ്ങളൊക്കെ തന്നെ അല്ലേ. നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ, അപ്പം ഇതൊക്കെ തന്നെയാണല്ലോ എന്നും ചെയ്യുന്ന വിഭവങ്ങൾ. ഓക്കെ, അപ്പം രാവിലെ തന്നെ ഞാൻ ചക്കക്കുരു ആദ്യം എടുത്ത കേട്ടോ. ചക്കക്കുരു ഗ്യാസാണെന്നൊക്കെ അറിയാം, കൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടി രാവിലെ പിന്നെ തുടങ്ങിയെന്ന് ആദ്യം വിചാരിക്കല്ലേ. ചക്കക്കുരു കണ്ടപ്പോൾ ഒരു മെഴുക്ക് വരട്ടി കഴിക്കാനുള്ള മോഹം. നമ്മളിവിടെ ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ. വെറുതെ എല്ലാം താഴെ വീണ് വേസ്റ്റായി പോകും. ഒരുപാട് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ആർക്കും വേണ്ട. വെറുതെ താഴെ വീണ് ചീഞ്ഞ് പോവുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ കുരു എടുത്ത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിയലിനകത്ത് 2-3 കഷ്ണമൊക്കെ ഇടാം. അല്ലെങ്കിൽ ഇതേപോലെ തോരനോ മെഴുക്ക് പുരട്ടിയോ, അല്ലെങ്കിൽ നമ്മുടെ ചക്കക്കുരു മാങ്ങയും ചാറ് കറി, ചക്കക്കുരു തക്കാളിയൊക്കെ ഇട്ട് ചാറ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചക്ക എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മഴ ഇവിടെ തകർത്ത് പെയ്യുന്നു, നമ്മളിവിടെ അടുക്കളയിൽ തകർക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ മീനും ഉണ്ട് കേട്ടോ. മത്തി അവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു, അതും കൂടെ ഒന്ന് റെഡിയാക്കണം. മത്തി, ഞാൻ കുട്ടനാട്ടുകാരിയാണ് കേട്ടോ. ഞങ്ങളവിടെ മത്തി എന്നാണ് പറയുന്നത്. ഇവിടെ കൊല്ലത്ത്, ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മത്തിക്ക് ഇവിടെ ചാള എന്നാണ് പറയുന്നത്. നമ്മൾ പണ്ട് മുതലേ ശീലിച്ചതായതുകൊണ്ട് എനിക്ക് മത്തി എന്ന് തന്നെ പറയാനാണ് ഇഷ്ടം. ഇവിടെ എല്ലാവരും പക്ഷേ ചാള എന്നേ പറയത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വായിൽ രണ്ടും വരും. ഇപ്പം രണ്ടും ഞാൻ മിക്സഡായിട്ട് പറയും. നിങ്ങളവിടെ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളതൊന്ന് സ്വീകരിക്കുക കേട്ടോ. മത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ടൊക്കെ ചാളയെന്ന് തന്നെ പറയാം. ചാളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടൊക്കെ നമ്മൾ ഉച്ച വരെയുള്ള എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മുറ്റത്തേക്ക് കാല് ചവിട്ടും, നല്ല സ്മെല്ല് വരും. നല്ല നെയ്ച്ചാള വറക്കുന്ന സ്മെല്ല് മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറും. ആ സ്മെല്ല് കേട്ടാൽ എഴുതി കഴിഞ്ഞിട്ട് വരുന്ന എക്സാം പാടാണെന്നുള്ള ടെൻഷൻ പോലും നമ്മൾ മറന്നു പോകല്ലേ. പെട്ടെന്ന് ബാഗൊക്കെ താത്തി വെച്ചിട്ട് യൂണിഫോമൊക്കെ ചേഞ്ചാക്കി അടുക്കളയിലേക്ക് ഒരു ഓട്ടം. എന്തിനാ? ആ നെയ്ച്ചാളയും ഇച്ചിരി മോരും, നല്ല കാച്ചിയ മോരല്ലേ, കാച്ചിയ മോരും നെയ്ച്ചാള വറുത്തതും ഇച്ചിരി തോരനും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, പിന്നെ വേറെ ഒന്നും വേണ്ട. വായിലൂടെ കപ്പലോടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തി കാണുമ്പോൾ ഈ ചാള കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു മൊമെൻ്റ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ഞാൻ വറുത്തുകൊണ്ടിരിക്കുമ്പോഴായാലും എനിക്ക് ആ സ്കൂളിൽ പഠിച്ച സമയം ഓർമ്മ വരും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ആ സ്മെല്ല്. എനിക്ക് ആ ഭയങ്കര വറുത്ത് നമ്മുടെ മൂക്കിലോട്ട് സ്മെല്ലടിച്ച് കയറില്ല, നെയ്യുള്ള മത്തിയുടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനൊരു മത്തി കൊതിച്ച് കൂടിയാണ് കേട്ടോ. അങ്ങനെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ നമുക്കെല്ലാം ചെയ്തു തരുമായിരുന്നു. നമ്മൾ മുമ്പിൽ കൊണ്ടെല്ലാം വെച്ച് തരും, നമ്മൾ കഴിക്കും, കുറ്റം പറയും. ഒന്നും ഈ കറി തന്നെയാണ്, വേറെ കറിയൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചാൽ അവരോട് വഴക്കിടുമല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഓർക്കും ഇന്ന് എന്ത് കറി വെക്കണം. നമുക്ക് എളുപ്പമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഇപ്പം നമ്മുടെ മുമ്പിൽ നമ്മൾ അവരോട് ചോദിച്ച ചോദ്യങ്ങളിപ്പം നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കൾ ചോദിക്കാറൊക്കെ ആയി വരുന്നു. എന്തായാലും ഈ അടുക്കള ജോലി എനിക്കത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നു, കാരണം നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ചെയ്ത് പഠിച്ച് വരുന്നു. പിന്നെ എൻ്റെ കുറേ സമയം അടുക്കളയിൽ അങ്ങ് സ്പെൻഡായി പോകും കേട്ടോ. ഞാൻ എത്ര നേരത്തെ എഴുതിയിട്ട് ചെയ്യാൻ നോക്കിയാലും 12 മണിയൊക്കെ ആവും എല്ലാം തീർന്ന് വരുമ്പോൾ. എന്തായാലും അമ്പൂസിപ്പോൾ അംഗനവാടിയിലായതുകൊണ്ടാണ്. അടുത്ത വർഷം അവൻ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് എൻ്റെ പണിയൊക്കെ തീരുമായിരിക്കും അല്ലേ. ഞാനും അപ്പോൾ അടുത്ത വർഷം തിരക്ക് പിടിച്ച ഓട്ടത്തിലായിരിക്കും ഫുഡൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ. ഇപ്പോൾ എല്ലാവരും ഒരാഴ്ചത്തേക്കുള്ള മീലൊക്കെ മീൽ പ്രപ്പ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് സമയം ഒരുപാട് അല്ലേ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർക്കുന്നത് ഇപ്പം ഞാൻ ഏതായാലും ഫ്രീ ആണ്, വീട്ടിലുണ്ട്.
അപ്പം വലിയ തിരക്കൊന്നും ഇല്ല, അതുകൊണ്ട് സമയത്തുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം മുതൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ. നേരത്തെ പ്രിപ്പറേഷൻ ചെയ്യുക, ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ ഉള്ളതെല്ലാം സെറ്റാക്കി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യും അടുത്ത വർഷം ഞാനും. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. ആ സമയത്തേ അങ്ങ് ചെയ്യത്തുള്ളൂ, എല്ലാം നേരത്തെ ഒന്നും ഞാൻ ചെയ്ത് വെക്കാറില്ല. ചക്കക്കുരുവിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടാതെ കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തത്. പിന്നെ നമ്മുടെ മത്തിക്കുട്ടൻ ഇവിടെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, പാവം. അങ്ങനെ ഇന്ന് നമ്മൾ തേങ്ങ അരച്ചാണ് മത്തിക്കറി വെക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഇവിടെ കൊല്ലംകാർ എല്ലാ മീനും തേങ്ങ അരച്ച് തന്നെ വെക്കാറുണ്ട്. ഇവിടെ വന്ന് ആദ്യമൊക്കെ എനിക്കതുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ചോദിക്കും, ഈ മീൻ നിങ്ങൾ തേങ്ങ അരച്ചാണ് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇവിടുത്തെ സ്റ്റൈൽ അതാണ്. പിന്നെ ഞാനും ഇപ്പം ഇവിടുത്തെ സ്റ്റൈലിനോട് ചേർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെയല്ലേ, നാടോടുമ്പം നടുവേ ഓടണമല്ലോ. ഇടയ്ക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലേ. നമ്മുടെ അമ്പൂസ് അവിടെ നിന്ന് കാർട്ടൂൺ കണ്ട് തകർക്കുന്ന കേട്ടോ. അവൻ കൂടാതെ ഇടയ്ക്ക് അത് മാറ്റി വെച്ച് തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കലപില സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. എനിക്ക് തേങ്ങാക്കറി ഇങ്ങനെ മാങ്ങയിട്ട് വെക്കുന്നത് ഇഷ്ടം, പുളിയിടുന്നതിനെക്കാട്ടിലും. നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു 10-12 മാങ്ങ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് മാങ്ങയിട്ട് വെക്കാൻ പറ്റി. അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഇനി ചാറിലേക്ക് അങ്ങ് മുക്കിയേക്കാം. മത്തിക്കുട്ടന്മാരെല്ലാം അവിടെ കിടന്നങ്ങോട്ട് വെന്ത് ഇങ്ങോട്ട് വരട്ടല്ലേ. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇങ്ങനെ തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് തിളച്ച് സെറ്റാവട്ടല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. 2 മീൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ അമ്പൂസിന്, അവൻ 3.5 വയസ്സായി, ഇപ്പോഴും അവൻ കുറുക്കിന്ന് അവനൊരു മോചനം കിട്ടിയിട്ടില്ല. എന്തായാലും സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പേ കുറുക്കിൽ നിന്ന് അവനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. എന്നാലും ഇപ്പം മീൻ വറുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാച്ചിയ മോരും രണ്ടും ഉണ്ടെങ്കിൽ അവൻ കുറച്ച് ചോറ് കഴിക്കും. അവന് വേണ്ടി അതുകൊണ്ട് മീൻ മാറ്റി വെക്കുവാണ്. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇത് നമ്മുടെ മീനിൻ്റെ മുട്ട. ഇത് വറുക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ നമ്മുടെ സാധാ വറുക്കുന്ന ഇതൊക്കെ ഇടും, കുറച്ച് തേങ്ങാപ്പീര കൂടി ഇടും. തേങ്ങാപ്പീര കൂടി ഇടുമ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. മീൻ കറിയുണ്ട്, തോരനുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, ഈ മുട്ട ഫ്രൈ ചെയ്തതുകൊണ്ടല്ലേ. സത്യമായി എല്ലാം ചെയ്യുമ്പോൾ ഒരു പാടാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ തുറന്നൊന്ന് നോക്കണം. അപ്പോൾ എനിക്കൊരു സന്തോഷവും സംതൃപ്തിയും കിട്ടും. പിന്നെ നമ്മുടെ കിച്ചണും കൂടെ ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ വാ, ഇന്നത്തെ ഊണ് ഒന്നിച്ചായാലോ.